വെള്ളമിറങ്ങി തുടങ്ങിയെങ്കിലും കുട്ടനാടിന്റെ ദുരിതങ്ങൾക്ക് ശമനമാകുന്നില്ല. കുട്ടനാട്ടിലെ ജനസംഖ്യയുടെ പകുതിയിലധികവും ദുരിതാശ്വാസ ക്യാമ്പുകളെയും സർക്കാരിന്റെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളെയും ആശ്രയിച്ചാണ് കഴിയുന്നത്. ദുരിതബാധിത മേഖലകളിൽ മലയാള മനോരമയുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായഹസ്തം തുടരുകയാണ്. ചമ്പക്കുളത്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള ഭക്ഷണവും വസ്ത്രവും കുടിവെള്ളവുമായി ബോട്ട് പുറപ്പെട്ടു. ചലച്ചിത്ര താരം പാർവതി ജയറാം തിരഞ്ഞെടുത്ത ക്യാമ്പുകളിലെത്തി നേരിട്ട് വസ്ത്രങ്ങൾ വിതരണം ചെയ്യും. നടി പാർവതിക്കൊപ്പം KC ബിപിൻ ചേരുന്നു. ഇപ്പോൾ ബിപിൻ, കുട്ടനാട്ടിലേക്ക് സഹായഹസ്തങ്ങൾ പല ഭാഗത്തു നിന്നും നീളുകയാണ്. മലയാള മനോരമ അടക്കമുള്ളവർ ഇതിൽ പങ്കാളികളാകുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നാണ് സഹായങ്ങൾ എത്തുന്നത്. ഇപ്പോൾ ഏതെല്ലാം മേഖലകളിലേക്കാണ് സഹായം? സിനി, ഞങ്ങൾ പുന്നമടയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. കൈനഗിരി ബോട്ട് ജെട്ടി വഴി ഇപ്പം നെടുമുടി എത്തി അവിടുന്ന് ചമ്പക്കുളത്തേക്ക് പോകുന്ന വഴിയാണ്. വരുന്ന വഴികളിൽ ക്യാമ്പുകളിൽ നിർത്തി അവിടങ്ങളിലും ഈ ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും കുടിവെള്ളവും എല്ലാം വിതരണം ചെയ്തു. ഇനിയും ഒരുപാട് ക്യാമ്പുകൾ നമ്മൾ പോകുന്ന വഴികളിൽ കാണാം. ഇരുകരകളിൽ നിന്നും ആളുകൾ അവരുടെ ആവശ്യങ്ങൾ വിളിച്ചു പറയുകയാണ്. ജയറാമും പാർവതിയും ചേർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ അതിൽ പ്രധാനമായും പുതപ്പുകളാണ്, അതുപോലെ കുടിവെള്ളവും പച്ചക്കറികളും നമ്മൾ അരി ധാന്യവർഗ്ഗങ്ങളെല്ലാം തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ പാർവതി തന്നെയുണ്ട്. ഇപ്പോൾ അവിടെ ഒരു ക്യാമ്പിൽ നമ്മൾ ഇറങ്ങിയപ്പം അവിടെ സംസാരിക്കുന്നത് കണ്ടു സ്ത്രീകളുമായിട്ട്. അവരെന്താണ് പറയുന്നത് പ്രധാനമായിട്ടും? അല്ല, അവർക്ക് മെയിനായിട്ടും ഈ വെള്ളത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. കുടിവെള്ളത്തിൻ്റെ കുറവുണ്ട്, പിന്നെ ടോയ്ലറ്റ്സിൻ്റെ പ്രോബ്ലം പറയുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ ഇവിടെ അലോട്ട് ചെയ്തിരിക്കുന്നത് 30 ബയോ ടോയ്ലറ്റ്സ് ആണ്. പക്ഷെ അതൊന്നും ഇത്രയും പേര്, ഈ 65,000 പേരുള്ള ഈ ക്യാമ്പിൽ 30 ടോയ്ലറ്റ് കൊണ്ട് എന്താവാനാ? അതാണ് ഏറ്റവും ബേസിക്കായിട്ട്. ശരിക്കും നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതല്ലായിരുന്നു കൊടുക്കേണ്ടത്. അങ്ങനെ വാസ്റ്റായിട്ട് എന്തൊക്കെയോ കൊടുക്കണം എന്നാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്കുണ്ട് ആവശ്യങ്ങൾ അവർക്ക്. ഇത് എത്ര നാളുകൊണ്ട് ഇതൊരു റിക്കവറി സാധ്യമാവുമെന്ന് പറയാനേ പറ്റുന്നില്ല. കുട്ടിക്കാലം മുതലേ ഒരു അടുപ്പമുള്ള സ്ഥലമാണല്ലോ ചമ്പക്കുളം. അച്ഛൻ്റെ വീട് ഇവിടെയാണ്. അപ്പം ഇത്ര ഒരു അവസ്ഥ വന്നപ്പം അത് പെട്ടെന്നൊരു സങ്കടത്തിൻ്റെ പുറത്താണോ പുറപ്പെട്ടത്? തീർച്ചയായിട്ടും അതെ. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കൊച്ചിലെ തൊട്ടേ എൻ്റെ ഒരു ഡ്രീം, ഞങ്ങളൊരു ഹോളിഡേയ്സിന് വരികയാണെങ്കിലും സമ്മർ ഹോളിഡേയ്സ് ഒക്കെ വന്ന് ഇവിടെയാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത്, എൻ്റെ സ്ഥലം എന്ന് പറയുന്ന ഒരിടത്ത് എഫക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കൂടുതലും അത് വിഷമമായി. ആ ഒരു ഇമ്പൾസിലാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ വന്ന് ചെയ്യണം, എനിക്ക് വരണം, എനിക്ക് കാണണം, എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഒരു ഇന്റൻസിറ്റി എന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ്. ജയറാം അദ്ദേഹത്തിന് വരാൻ താല്പര്യമുണ്ടായിരുന്നു, തിരക്കുകൊണ്ടാണോ? അല്ല, ജയറാമിന് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജയറാം വരായിരുന്നത്. ഒരു വർക്കിനിടയിൽ സ്റ്റക്കപ്പായിരിക്കുകയാണ്. അതായത് വലിയ സഹായങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ട്. അത് മലയാള മനോരമയായി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പദ്ധതിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പല മേഖല, ഇന്നലെ മുതൽ നമ്മൾ ഈ കുട്ടനാടിൻ്റെ വിവിധ മേഖലകളിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇന്നും പല ബോട്ടുകളിലായി പല ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞാണ് സഹായങ്ങൾ എത്തിക്കുന്നത്. എല്ലാ ഭാഗങ്ങളിലും ജനങ്ങൾക്ക് അവർ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ എത്തിച്ചു നൽകാൻ കഴിയുന്നുണ്ടെന്നൊരു ആത്മവിശ്വാസം സന്നദ്ധ സംഘടനകൾക്കുണ്ട്. എങ്കിൽ തന്നെയും അത് മതിയാവുന്നില്ല എന്ന തോന്നലുകളും ഉണ്ട്. ഇപ്പോൾ പാർവതി പറഞ്ഞതുപോലെ ഇതായിരുന്നില്ല, മറ്റെന്തോ ആയിരുന്നു എന്ന് തോന്നും. കാരണം നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ആവശ്യമുള്ള പലതുമുണ്ട് എന്ന തോന്നലാണ് ഓരോ ക്യാമ്പുകളിൽ എത്തുമ്പോഴും അനുഭവപ്പെടുന്നത്. ശരി.